അനുഭവങ്ങൾ നന്ദനാർ 2:45 എന്ന രണ്ടാം ഭാഗത്തിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഭാഗം 3 ദുഃഖം. കള്ളക്കർക്കിടകം. ഗോപി ഉറക്കമുണർന്നെഴുന്നേറ്റ് ഉമ്മറത്തേക്ക് വന്നപ്പോഴേക്കും അമ്മ കുളിയും തൊഴലും കഴിഞ്ഞു വന്നിരുന്നു. മഴ ചാറുന്നുണ്ട്. അമ്മ പറഞ്ഞു, നീ വേഗം പോയെന്ന് മുങ്ങി വന്നോ? ഒരില്ലത്തേക്ക് പോണതല്ലേ? അധികാരി നമ്പൂതിരിയുടെ ഇല്ലത്തൊന്ന് പോകണമെന്ന് ഇന്നലെ തന്നെ അമ്മ പറഞ്ഞിരുന്നു. ഗോപി ആരോടെന്നില്ലാതെ വെറുതെ ഒന്ന് മൂളി. ഒരു കടലാസ് കഷ്ണത്തിൽ ഉമിക്കരി പൊതിഞ്ഞ് മേപ്പടിയിൽ കരുതി വെച്ചിരുന്ന ഈർക്കിൽ കെട്ടിൽ നിന്ന് ഒരു ഈർക്കിലയും എടുത്ത് മുറ്റത്തേക്കിറങ്ങിയപ്പോൾ അമ്മ ഓർമ്മിപ്പിച്ചു, കൊട എടുത്തോ, മഴ കൊള്ളണ്ട. അവൻ സമാധാനമൊന്നും പറയാതെ ധൃതിയിൽ നടന്നുപോയി. മഴ കൊണ്ടാലെന്നല്ല, മൂർക്കം പാമ്പ് കടിച്ചാലും തനിക്കൊരു കുഴപ്പവും ഉണ്ടാകില്ല. വല്ലാത്തൊരായുസ്. ഇടവഴിയിൽ 2 നായ്ക്കൾ പല്ലിളിച്ച് മുരണ്ടുകൊണ്ട് നിൽക്കുന്നു. ഉശിര് രണ്ടിനുമില്ല. കല്ല് പെറുക്കി ആനൊരേറു കൊടുത്തു ഗോപി. നായ്ക്കൾ ഇടവഴിക്കു മീതെയുള്ള കുറ്റിക്കാട്ടിലേക്ക് ഓടിപ്പോയി. അശ്രീകരങ്ങൾ. ഇടവഴിയുടെ ഒരു ഭാഗത്ത് മാത്രമുള്ള വെള്ളച്ചാലിൽ ആരോ മലമൂത്ര വിസർജനം ചെയ്തു പോയതിൽ കാക്കകൾ കൊത്തിക്കൊണ്ടിരിക്കുന്നു. ഈറനൊടുത്ത് ഇടത്തെ കൈയിൽ പടച്ചോറും വലത്തെ കൈയിൽ ഓലക്കുടയുമായി വരുന്ന അമ്മക്കുട്ടി വാരസ്യാരെ ദൂരെ നിന്ന് തന്നെ കണ്ടു. അടുത്തെത്തിയപ്പോൾ അവർ ചോദിച്ചു, ഇന്നെന്താ രാവിലെ തന്നെ ഗോപിക്കൊരു കുളി? വെറുതെ ഒന്നും ആവില്ല, വല്ലയിടത്തേക്ക് യാത്ര ഇട്ടിട്ടുണ്ടാവില്ലേ? ഗോപി മര്യാദയോടെ ഒന്ന് ചിരിച്ചു മുന്നോട്ട് നടന്നു. അമ്മുക്കുട്ടി വാരസ്യാരുമായി സൊള്ളാൻ പറ്റിയ സമയമല്ല ഇത്. സംസാരിച്ചാലും മതിയാവാത്ത സ്വഭാവമാണ് അവരുടേത്. സംസാരിക്കാൻ തുടങ്ങിയാൽ വലിയവരെന്നില്ല, കുട്ടികളെന്നില്ല അവർക്ക്. സംസാരത്തിൻ്റെ കാര്യത്തിലുള്ള ആവേശം അത്ര ഭയങ്കരം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, മഴ കൊണ്ട് നിൽക്കുന്ന തന്നോടാണ് കുട പിടിച്ചു നിന്നുകൊണ്ടുള്ള കുശലാന്വേഷണങ്ങൾ. ഗോപി പുഴക്കരയിലെത്തി. നിറഞ്ഞൊഴുകുന്ന പുഴ. പുഴയും പാടവും ഒന്നാകാൻ ഇനി ലേശം വെള്ളവും കൂടി കയറിയാൽ മതി. പുഴക്കരയിലെ ജപമണ്ഡപത്തിൽ കോണകക്കുന്തനായ ഒരു നമ്പൂതിരി നാമം ജപിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് വട്ടം തിരിയുന്നുമുണ്ട്. ഗോപി പുഴക്കടവിലേക്ക് ഇറങ്ങി. അവിടെ അടിച്ചുതളിക്കാരി ഇട്ടിച്ചിരി അമ്മയെ കണ്ടു. കുത്തിപ്പിഴിഞ്ഞ താളിച്ചണ്ടികളും നാക്കുവടിച്ചിട്ട ഈർക്കിലികളും അവർ കുറ്റിച്ചൂലുകൊണ്ട് അടിച്ചിറക്കി വെള്ളത്തിലേക്ക് ഒഴുക്കിലേക്കിടുകയാണ്. മഴക്കാലത്ത് പുഴക്കടവ് അടിച്ചുവാരി വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടില്ല. മാറത്ത് ശുഷ്കിച്ച 2 പുകയില നെട്ടികൾ മാത്രമുള്ള ഇട്ടിച്ചിരി അമ്മ ചോദിച്ചു, എന്താ കുട്ടിയെ ഇങ്ങനെ മഴയും കൊണ്ടുവരണേ? കൊട എടുക്കാറുന്നില്ലേ? ലോഗ്യം. ഇട്ടിച്ചിരി അമ്മയുടെ ലോഗ്യം. അമ്മുക്കുട്ടി വാരസ്യാരുടെ ലോഗ്യം. മനുഷ്യർ ഇത്ര ലോഗ്യ സ്വഭാവമുള്ളവരാകുന്നത് നന്നല്ല. ഗോപി ഇടയ്ക്കിടയ്ക്ക് ഇട്ടിച്ചിരി അമ്മയുടെ വീട്ടിൽ പോകാറുണ്ട്. അവർ 4 കെട്ടിലെ നെല്ലുകുത്തുകാരിയാണ്. നെല്ല് പാട്ടം കിട്ടിയിരുന്ന കാലത്ത് തൻ്റെ വീട്ടിലെയും നെല്ലുകുത്തുകാരിയായിരുന്നു അവർ. ഫലവർഷ സമൃദ്ധമായ തൊടിയുടെ നടുക്കുള്ള വൈക്കോൽ മേഞ്ഞ ഇട്ടിച്ചിരി അമ്മയുടെ വീടിന് നല്ല വെടിപ്പും വൃത്തിയുമുണ്ട്. പടി കടക്കുമ്പോഴേക്കും ഉമ്മറക്കോലായുടെ വെട്ടിത്തിളക്കം ആരും ശ്രദ്ധിച്ചു പോകും. പ്രായപൂർത്തി എത്തിയ കണ്ടാൽ കൊള്ളാവുന്ന 2 പെൺമക്കളുണ്ട് ഇട്ടിച്ചിരി അമ്മയ്ക്ക്, ദേവകിയും മീനാക്ഷിക്കുട്ടിയും. രണ്ടും പൊരിഞ്ഞ വിത്തുകളാണെന്നാണ് പൊതുവെയുള്ള സംസാരം. ദേവകി കുറച്ചു കാലമായി നാട്ടിലില്ല. തലശ്ശേരിയിൽ ഒരു വീട്ടിൽ വയ്ക്കാൻ താമസിക്കുകയാണത്രേ. നാട്ടിലുണ്ടായിരുന്നപ്പോൾ ദേവകിയുടെ തൊഴിൽ ആരുമില്ലാണ്ട് ഗർഭം ധരിച്ച് പ്രസവിക്കലായിരുന്നു. ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ അവർ പ്രസവിച്ചതെല്ലാം ചാപിള്ളകളായിരുന്നു. ഒടുവിൽ ദേവകി തലശ്ശേരിയിൽ എത്തിച്ചേർന്നത് എങ്ങനെയാണെന്ന് ശരിക്കും ആർക്കും അറിഞ്ഞുകൂടാ. പലരും പല വിധത്തിലാണ് പറയുന്നത്. എന്തായാലും ദേവകി നാട് വിട്ടുപോയത് നന്നായെന്നാണ് ഒട്ടുമുക്കാലും പേർ പറയുന്നത്. രാത്രിയിൽ ഇടവഴിയിൽ കൂടി പേടിക്കാതെ നടക്കാമല്ലോ. നാട് കുട്ടിച്ചോറാക്കാൻ തിരിച്ചു വന്നാലോ എന്ന് ശങ്കയും പലർക്കുമുണ്ട്. ദേവകിയെപ്പോലെ മീനാക്ഷിക്കുട്ടിയും പൊരിഞ്ഞ വിത്താണെങ്കിലും അപകടത്തിലൊന്നും ചെന്ന് ചാടിയിട്ടില്ല ഇതുവരെ. കക്കാൻ പഠിച്ചാൽ പോരാ, നിൽക്കാനും പഠിക്കണം എന്ന വാക്കിൻ്റെ അർത്ഥം മീനാക്ഷിക്കുട്ടിയെ കണ്ടു പഠിക്കണമെന്നാണ് അമ്മുക്കുട്ടി വാരസ്യാർ പറയുന്നത്. ശരിയായിരിക്കാം. കക്കാനും നിൽക്കാനും സാമർഥ്യമുള്ളവളാകാം മീനാക്ഷിക്കുട്ടി. മിടുക്കത്തി. മീനാക്ഷിക്കുട്ടിയെ കാണുന്നത് ഒരു സുഖമായി ഗോപിക്ക് അനുഭവപ്പെടാറുണ്ട്. ഈ ഒരു അനുഭവത്തിന് വേണ്ടിയല്ലേ ഇട്ടിച്ചിരി അമ്മയുടെ വീട്ടിൽ വെറുതെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്. അവളുടെ ചലനം, സംസാരം, മണം എല്ലാം ഗോപിയെ ഹരം പിടിപ്പിക്കുന്നു.
കലങ്ങി ഉതിരം മറിഞ്ഞ് ചുഴിക്ക് പിമ്പെ ചുഴികളായി ഒഴുകിപ്പോകുന്ന പുഴയുടെ ഉപരിതലത്തിൽ മനോഹരിയായ ജലകന്യകയെ കാണാനുണ്ടോ? മീനാക്ഷിക്കുട്ടിയുടെ ഛായയുള്ള അവൾ ജലകന്യക നൃത്തം ചെയ്യുന്നുണ്ടോ? അവളുടെ കാൽ ചിലങ്കകളുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അവളുടെ ഉടയാടകൾ കാറ്റിൽ പാറിക്കളിക്കുന്നുണ്ടോ? കൽപ്പടവിൽ നിന്ന് പല്ലു തേച്ചു. ഉമിക്കരി പൊതിഞ്ഞു കൊണ്ടുവന്ന കടലാസ് തുണ്ട് ഒഴുക്കിലേക്കിട്ടു. അത് ഒഴുക്കിൽ കിടന്ന് വട്ടം ചുറ്റി കറങ്ങി അപ്രത്യക്ഷമാവുന്നതുവരെ നോക്കി നിന്നു. വെള്ളത്തിൽ സൂക്ഷിച്ചിറങ്ങണേ, ഒഴുക്കിന് നല്ല ശക്തിയുണ്ട്. കുറ്റിച്ചൂലും മുറവുമായി കൽപ്പടവുകൾ കയറിപ്പോകുമ്പോൾ ഇട്ടിച്ചിരി അമ്മ ഓർമ്മിപ്പിച്ചു. ഗോപി വെള്ളത്തിലേക്ക് ഇറങ്ങി. ഇട്ടിച്ചിരി അമ്മ പറഞ്ഞത് ശരിയാണ്. വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്. കാലടികൾ ഉറയ്ക്കുന്നില്ല. അമർത്തിയൂന്നി ഒരു കുടന്ന വെള്ളം വായിലാക്കി നീട്ടിത്തുപ്പി. പുഴക്കരയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ആകപ്പാടെ ഒരു മൂടലാണ്. മൂടൽ മഞ്ഞാണെന്ന് തോന്നുമെങ്കിലും മൂടൽമഞ്ഞല്ല, ഒരു അവ്യക്തത. വെള്ളത്തിലൊന്നു താണു. തണുപ്പ്. വീണ്ടും താണു. ദേഹത്തിൽ തണുപ്പ് അരിച്ചരിച്ച് കയറുന്നു. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് മൂക്ക് പിടിച്ച് 3 പ്രാവശ്യം മുങ്ങി. മുങ്ങിക്കയറുമ്പോൾ മനസ്സിലുരവിട്ടു. അമ്മേ ഭഗവതി, മഹാമായേ, തിരുമാന്താംകുന്നിൽ അമ്മേ രക്ഷിക്കണേ. കുളി കഴിഞ്ഞ് കയറിയപ്പോഴേക്കും ഭാണ്ഡക്കെട്ടുമായി ഒരമ്മയാർ കടവിലേക്ക് ഇറങ്ങി വന്നു. മോതിരമണിഞ്ഞ കാൽവിരലുകൾ, കവിളുകളിൽ മഞ്ഞൾ, പിൻകഴുത്തിൽ കറുത്ത നിറം, ഈറൻ വസ്ത്രങ്ങൾ ധരിച്ച ജനങ്ങൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഗോപിയും അവരിൽ ഒരാളായി തീർന്നു. അമ്പലത്തിലേക്കുള്ള തണ്ടകൾ കയറി മുകളിലെത്തിയപ്പോൾ വല്ലാത്ത ക്ഷീണം. തലേന്ന് രാത്രിയിൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ക്ഷീണമില്ലാതിരിക്കും? പുറത്ത് ഗണപതി വിഗ്രഹത്തിന് മുമ്പിൽ തൊഴുത് ഏത്തമിട്ട ശേഷം 4 അമ്പലത്തിനകത്തേക്ക് കടന്നു. പ്രവേശനോദ്വാരത്തിൽ മാല കെട്ടിക്കൊണ്ടിരുന്ന കുട്ടൻ നമ്പീശൻ്റെ മരോൾമയെ ശ്രദ്ധിക്കാതിരുന്നില്ല. അവരെ കാണുമ്പോഴൊക്കെ തുടച്ചു വൃത്തിയാക്കിയ ഒരു നിലവിളക്കിനെയാണ് ഓർത്തുപോവുക. കസവുമുണ്ടെടുത്ത് കൈത്തണ്ടയിൽ ഈറൻ തോർത്തുമുണ്ടിട്ട് തൊഴുതു നിൽക്കുന്ന കൃഷ്ണൻകുട്ടി മേനോനെ ആരാധനാഭാവത്തോടെ ഒളികണ്ണിട്ടു നോക്കി. ശാന്തിക്കാരൻ നമ്പൂതിരി കൃഷ്ണൻകുട്ടി മേനോന് പ്രസാദം കൊടുത്തത് ഒരു ഇലക്കഷ്ണത്തിലാണ്. വലുതായി യോഗ്യനായി തീരുമ്പോൾ ശാന്തിക്കാരൻ നമ്പൂതിരി തനിക്കും ഇലക്കഷ്ണത്തിൽ പ്രസാദം തരുന്ന രംഗം ഗോപി സങ്കല്പിച്ചു. ഗോപിക്ക് പ്രസാദം കരിങ്കല്ലിൽ ഇട്ടുകൊടുത്തു. ഭക്തിപൂർവം എടുത്തു. പൂക്കൾ ചെവിക്കിടയിൽ തിരുകി. നെറ്റിയിലും നെഞ്ചത്തും ചന്ദനം തൊട്ടു. ബാക്കി ചന്ദനം ഉരുട്ടി ചെറിയൊരു ഉരുളയാക്കി നെറ്റിയിൽ പറ്റിച്ചു നിർത്തി. തൊഴുത് അമ്പലത്തിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ മഴ തോർന്നിരിക്കുന്നു. ജന്മാന്തരം. വീട്ടിലേക്ക് നടക്കുമ്പോൾ അവൻ ഓർത്തു, അധികാരി നമ്പൂതിരിയുടെ ഇല്ലത്തേക്ക് 5 നാഴിക ദൂരമുണ്ട്. 5 നാഴിക ദൂരം എങ്ങനെ നടക്കാനാണ്? ഇപ്പോൾ തന്നെ വിശന്നിട്ട് വയ്യ. അമ്പലനടകൾ കയറി ഇറങ്ങുന്നതിൻ്റെ ക്ഷീണം വേറെ. വീട്ടിൽ ചെന്നയുടൻ ചായയും പലഹാരവും കഴിച്ചാലേ ഈ ക്ഷീണം മാറുകയുള്ളൂ. അതിന് വീട്ടിലുണ്ടോ വല്ലതും? അവിടെ ഒന്നുമില്ല. 1 മണി അരി പോലുമില്ല. ഇപ്പോൾ വിശപ്പ് മാറാൻ ആവശ്യമായത് എന്താണെന്നോ? അരിയും ഉഴുന്നും ഉലുവയും ഉള്ളിയും കറിവേപ്പിലയും മുളകും കൂട്ടിയരച്ച് നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടാക്കിയ പലഹാരം, നേന്ത്രപ്പഴം, തുടുതുടുത്ത ചായ. പക്ഷേ ഇപ്പറഞ്ഞവയൊക്കെ സ്വപ്നം കാണാനേ സാധിക്കൂ. വീട്ടിലെത്തി. ഉമ്മറത്ത് രാമൻകുട്ടിയും മാളക്കുട്ടിയും പാഠപുസ്തകങ്ങൾ വായിക്കുന്നു. ഈറൻ മാറ്റി വന്നപ്പോൾ അമ്മ പറഞ്ഞു, 4 കെട്ടി പോയി ചായച്ചണ്ടി കൊണ്ടെന്നോ? ചായച്ചണ്ടി കൊണ്ടുവരാനായി അവൻ 4 കെട്ടിലേക്ക് പോയി. ഉമ്മറത്ത് ബീഡി വലിച്ചുകൊണ്ട് വലിയേട്ടൻ ചെരിഞ്ഞു കിടക്കുന്നു. വലിയേട്ടൻ ചോദിച്ചു, ഇന്ന് എങ്ങട്ടെങ്കിലും പോണുണ്ടോ? ഉണ്ട് എന്ന അർത്ഥത്തിൽ തലയാട്ടി. എങ്ങട്ടാ? അധികാരി നമ്പൂതിരിയുടെ ഇല്ലത്തേക്ക്. എന്തിനാ? വല്ലതും കിട്ടുമെന്ന് നോക്കാൻ. പിന്നെ അദ്ദേഹം അവിടെ എടുത്തു വച്ചിരിക്കുകയല്ലേ, ചെല്ലേണ്ട താമസമേ ഉള്ളൂ എടുത്തു തരാൻ. വലിയേട്ടൻ ബീഡി ആഞ്ഞാഞ്ഞ് 3-4 പ്രാവശ്യം വലിച്ചു. അകത്തേക്ക് പൊക്കോ, ചായച്ചണ്ടിക്കല്ലേ? അതെ. അടുക്കളയിൽ ചെറിയമ്മയും ദേവകി ഒപ്പോളും ചായയും പലഹാരവും കഴിക്കുകയാണ്. അടുക്കളയിലേക്ക് ഓർക്കാതെ കടന്നപ്പോഴാണ് അത് മനസ്സിലായത്. ആദ്യമേ അറിഞ്ഞിരുന്നുവെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കടന്നു ചെല്ലില്ലായിരുന്നു. മറ്റൊരാൾ കഴിക്കുന്നത് നോക്കരുത്, മറ്റൊരാൾ കഴിക്കുന്നിടത്തേക്ക് കടന്നു ചെല്ലരുത് എന്ന് അമ്മ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. പട്ടിണിയും പാടവുമായി കഴിയുന്ന വീടുകളിലെ അംഗങ്ങൾ, സുഭിക്ഷതയിൽ കഴിയുന്ന വീടുകളിലെ അംഗങ്ങൾ ആഹാരം കഴിക്കുന്നത് കാണരുത്. കണ്ടാൽ സുഭിക്ഷതയിൽ കഴിയുന്നവർക്ക് കൊതി കൂടും. പട്ടിണിയും പാടവുമായി കഴിയുന്ന വീടുകളിലുള്ളവർ തിന്നാവൂ തിന്നാവൂ എന്ന ആർത്തിയോടെ നടക്കുന്നവരാണ്. ആർത്തിയുള്ളവർ അശ്രീകരങ്ങളാണ്. അവരെ കാണുന്നത് തന്നെ സുഭിക്ഷതയിൽ കഴിയുന്നവരിൽ അറപ്പുളവാക്കുന്നു. പലഹാരം ഇഡ്ഡലിയാണ്. ഇഡ്ഡലി പൊടിയിൽ ഒപ്പി തിന്നുന്നു.
അടുക്ക് ചെമ്പിലും ഗ്ലാസുകളിലും ചായ. ഗോപിക്ക് വായിൽ വെള്ളം മൂറി. ചായച്ചണ്ടിക്കല്ലേ? ദേവകി അപ്പോൾ ചോദിച്ചു. അല്ലാണ്ട് എന്തിനാ? ചെറിയമ്മ അടുക്ക് ചെമ്പിൽ നിന്ന് ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അതെ, ഗോപി പറഞ്ഞു. അതാ വീതനപ്പുറത്ത് ഓട്ട് ഗ്ലാസ്സിലിരിക്കണോ, എടുത്തോ. ഗ്ലാസ് മോറി ഇപ്പോൾ തന്നെ കൊണ്ടുത്തരണേ. മാളക്കുട്ടിയോട് ഇവിടെ ഒന്ന് വരാൻ പറ. ചായച്ചണ്ടിയുമായി പോന്നു. ഉമ്മറത്ത് എത്തിയപ്പോൾ തന്നെ മാളുക്കുട്ടിയോട് പറഞ്ഞു. നിന്നെ അതാ ദേവകിയോപ്പോൾ വിളിക്കണു. കേട്ട പാതി കേൾക്കാത്ത പാതി മാളുക്കുട്ടി ഒരൊറ്റ ഓട്ടം. സ്ലേറ്റും പുസ്തകവും ഒക്കെ അതാ കിടക്കണു. മാളുക്കുട്ടിക്ക് ഇഡ്ഡലിയും ചായയും കിട്ടും. വെളിച്ചെണ്ണയൊഴിച്ച് കലക്കിയ പൊടിയിൽ ഇഡ്ഡലി ഒപ്പിത്തിന്നാം. തുടുതുടുത്ത ചായ കുടിക്കാം. രാമൻകുട്ടിയുടെ കാര്യം ഓർത്തപ്പോൾ ഗോപിക്ക് വ്യസനം തോന്നി. പാവം, അവന് ചായയും പലഹാരവും ഒന്നുമില്ല. 2 നേരം ഊണ് മാത്രമേ ഉള്ളൂ. തനിക്ക് നിശ്ചിതമായ ഒരാഹാരവുമില്ലെന്ന് ഗോപി പെട്ടെന്ന് ഓർക്കുകയും ചെയ്തു. വല്ലപ്പോഴും വല്ലതും കിട്ടിയാൽ കഴിക്കുമെന്ന് മാത്രം. അമ്മയുടെ കാര്യവും അതുപോലെ തന്നെ. അടുക്കളയിൽ അമ്മ അടുപ്പ് കത്തിക്കാനുള്ള ശ്രമത്തിലാണ്. കത്തിക്കാൻ ഓലക്കൊടിയും ചകിരിയും മാത്രമേ ഉള്ളൂ. വിറക് എവിടെ നിന്ന് കിട്ടും? വിറക് വാങ്ങാൻ കാശ് വേണ്ടേ? തൊടിയിലാണെങ്കിൽ പേരിനു പോലും ഒരു വൃക്ഷമില്ല. എന്നാലല്ലേ വല്ല ചുള്ളിയും കൊമ്പുമെങ്കിലും കിട്ടുകയുള്ളൂ. തരിശായ തൊടി. ജീവിതത്തിൽ തരിശില്ലാത്തതായി എന്താണുള്ളത്? ഒന്നുമില്ല. ഉറക്കൊത്തിയ അട്ടത്തു നിന്ന് ഒരു തരം പൊടി അടുക്കളയിൽ വീണ് കിടക്കുന്നു. ചക്കോത്ത് തൊടിയിൽ സെയ്താലിയുടെ മരാമത്തിൻ്റെ വിശേഷം. തറവാട് ഭാഗിച്ചപ്പോൾ പത്തായപ്പുരയാണല്ലോ കിട്ടിയത്. പത്തായപ്പുരയ്ക്ക് അടുക്കളയില്ല. അടുക്കളയില്ലെങ്കിൽ വെപ്പും ശാപ്പാടും എങ്ങനെ നടക്കും? അറുത്ത കൈക്ക് ഉപ്പിടാത്തവനായ ചക്കോത്ത് തൊടിയിൽ സെയ്താലി സഹായത്തിനെത്തി. ചക്കോത്ത് തൊടിയിൽക്കാർ തലമുറ തലമുറകളായി പാടമ്പത്ത് പറമ്പിൽ വീട്ടിൽ കുടിയാന്മാരാണ്. നന്ദിയും സ്നേഹവും കാണിക്കണ്ടേ? വേണം. തറവാട്ടിൽ കാരണവരും മാനേജരും കൈകർത്താവുമായ ഏട്ടൻ ചക്കോത്ത് തൊടിയിൽ സെയ്താലിക്ക് അടുക്കളയുണ്ടാക്കാൻ കരാറ് കൊടുത്തു. ദാന്ന് പറഞ്ഞപ്പോഴേക്കും അടുക്കള നിർമ്മാണം കഴിഞ്ഞു. എല്ലാവിധ അലവലാതി സാധനങ്ങളും കൊണ്ടുണ്ടാക്കിയ ഒരു അടുക്കള. ദാ ചായച്ചണ്ടി, ഗ്ലാസ് ഇപ്പം തന്നെ മോറിക്കൊടുക്കണത്രേ. ഗോപി ചായച്ചണ്ടി ഗ്ലാസ് അമ്മയുടെ മുമ്പിൽ വെച്ചു. ദേഷ്യപ്പെട്ടതൊന്നുമില്ലല്ലോ? അമ്മ ചോദിച്ചു. പെട്ടെന്ന് തീ ആളി കത്തി. ചായച്ചെമ്പിൽ വേഗം വെള്ളം ഒഴിച്ച് അമ്മ അടുപ്പത്ത് വെച്ചു. ഓട്ട് ഗ്ലാസ്സിലെ ചായച്ചണ്ടി അതിലേക്ക് ഒഴിച്ച് ഗ്ലാസ് മോറി ഗോപിക്ക് കൊടുത്തു. എന്നാ ഇപ്പം തന്നെ കൊണ്ടുപോയി കൊടുത്തളാ. ഗോപി ഗ്ലാസ് വാങ്ങി 4 കെട്ടിൽ കൊണ്ടുപോയി കൊടുത്തു വന്നു. ആയില്ലേ? ഇതാ ആവണ്. വിശന്നിട്ട് കണ്ണ് ഇരുട്ടടയ്ക്കണു. അമ്മ അതിന് മറുപടി എന്നോണം ഒരു ദീർഘനിശ്വാസം ഇട്ടു. എന്നിട്ട് അടുപ്പത്ത് നിന്ന് ചെമ്പ് വാങ്ങി വെച്ചു. ഒരു പഴയ ടിന്നിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന 5 പപ്പടം എടുത്തു ചുട്ടു. മറ്റൊരു ടിന്നിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരച്ച് ശർക്കര പുറത്തെടുത്തു. ചായ വെള്ളം 3 ഗ്ലാസ്സുകളിൽ ഒഴിച്ചു. 1 ഗോപിക്ക്, 1 രാമൻകുട്ടിക്ക്, 1 അമ്മയ്ക്ക്. പപ്പടം 2 എണ്ണം ഗോപിക്ക്, 2 എണ്ണം രാമൻകുട്ടിക്ക്, 1 എണ്ണം അമ്മയ്ക്ക്. ശർക്കര 3 കഷ്ണമാക്കി ഓരോരുത്തർക്കും ഓരോ കഷ്ണം വീതം. രാമൻകുട്ടിയെ വന്നോ? രാമൻകുട്ടി ഓടി വന്നു. കട്ടൻ ചായ, ചുട്ട പപ്പടം, 1 കഷ്ണം ശർക്കര. അത് 3 പേരും ബുഭൂക്ഷയോടെ അകത്താക്കി. മൂവരിലും ഒരു നവോന്മേഷം നാമ്പെടുത്തു. ചെമ്പു ഗ്ലാസുകളും മോറി കമിഴ്ത്തി. അമ്മ അടുക്കളയുടെ വാതിലടച്ചു. ഐക്കോലിൽ ഉണങ്ങാനിട്ടിരുന്ന മുണ്ടെടുത്തൊടുത്ത് തോർത്തുമുണ്ട് കൊണ്ട് പൊതച്ചു. ഗോപിയെ പുറപ്പെട്ടോ? പുറപ്പെടാൻ എന്തിരിക്കുന്നു? സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴത്തെ ആ ഇറക്കമില്ലാത്ത ഒരു വരയൻ ഷർട്ട് എടുത്തിട്ടു. മാളുകൂട്ടി 4 കെട്ടിൽ നിന്ന് ഓടിയെത്തി. കുട്ടിയോളെ, സ്കൂളിലേക്ക് റോഡിൻ്റെ ഒരരികിൽ കൂടി പോണേ. അമ്മ രാമൻകുട്ടിയെയും മാളുക്കുട്ടിയെയും ഓർമ്മിപ്പിച്ചു. ആകാശത്തേക്ക് നോക്കി. തെളിഞ്ഞ ആകാശം. മഴ പെയ്യുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് 4 കെട്ടിൽ പോയി കുട ചോദിക്കാതെ കഴിഞ്ഞു. അമ്മ പുറപ്പെട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. പിറകെ ഗോപിയും. പടി കിടന്നപ്പോൾ ശകുനം മൊട്ടച്ചി അമ്മ്യാരാണ്. എങ്കേ പോറേണ്ടി? ഒരിടത്തേറ്റം. അത് തെരിഞ്ചാച്ച്, ഇടത്തേക്ക് പേരില്ലവാ. അതൊക്കെ പോയി വന്നിട്ട് പറയാം. ശരി. അവർ കുറച്ചകന്നു പോയപ്പോൾ അമ്മ പറഞ്ഞു. മൊട്ടച്ചി അമ്മ്യാരെ ശകുനം കണ്ടാൽ നന്നല്ല. അങ്ങാടി കഴിഞ്ഞ് ഒരു കയറ്റവും ഇറക്കവും പിന്നെ ഒരു കയറ്റവും പിന്നിട്ടപ്പോൾ പൊടുണി മരങ്ങൾ മാത്രം വളരുന്ന ഒരു തൊടിയും വീടും കണ്ടു. ചക്കവത്ത് തൊടിയിൽ സെയ്തലിയുടെ വീടാണ്. തൊടിയിലേക്ക് നോക്കുമ്പോൾ തന്നെ പേടി തോന്നും. സെയ്താലി വീട്ടിലുണ്ടോ ആവോ? ഒരു ഗ്ലാസ് കട്ടൻ ചായയുടെയും 2 ചുട്ട പപ്പടത്തിൻ്റെയും ശക്തി കൊണ്ടാണ് നടക്കുന്നത്. അമ്മയ്ക്കാണെങ്കിൽ പപ്പടം ഒന്നേ കിട്ടിയുള്ളൂ.
കുണ്ടും കുഴിയും ചരൽക്കല്ലുകളും നിറഞ്ഞ റോഡ്. മഴക്കാലമായതുകൊണ്ടാവാം റോഡിന് ഇത്രയും ദയനീയ അവസ്ഥ. ഗോപി അമ്മയുടെ പിറകെ നടന്നു. അധികാരി നമ്പൂതിരി ഇല്ലത്ത് തന്നെ ഉണ്ടാവില്ലേ? ആവോ, ഉണ്ടാവാതിരുന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നടത്തം മിച്ചം. ഉണ്ടാവാതിരിക്കില്ല. നികുതി പിരിവൊന്നുമുള്ള കാലമല്ലല്ലോ ഇപ്പോൾ. ബഹുയോഗ്യനാണ് അധികാരി നമ്പൂതിരി. 10 വിരലുകളിലും മോതിരം, അരയിൽ പൊന്നിൽ നൂല്, തുടുതുടുത്ത നിറം, ഒത്ത ഉയരം, ഉയരത്തിനൊത്ത തടി, എപ്പോഴും മുറുക്കിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം. പണ്ട് നാട്ടിൽ പൂരക്കാലം മുഴുവനും അധികാരി നമ്പൂതിരിയുടെ താമസം പത്തായപ്പുരയുടെ മുകളിലാണ്. പൂരത്തിൻ്റെ തലേ ദിവസം തന്നെ എത്തും. അന്നു മുതൽ ഊണ് എമ്പ്രാന്തിരിയുടെ മഠത്തിൽ ഏൽപ്പിക്കും. ചായ പലഹാരം കൃഷ്ണസ്വാമി അയ്യരുടെ മഠത്തിലും. ഉച്ചയ്ക്ക് പൂരത്തിനു ശേഷം എമ്പ്രാന്തിരിയുടെ മഠത്തിൽ നിന്ന് ഊണ് കഴിഞ്ഞു വന്നാൽ വൈകുന്നേരം അമ്പലത്തിൽ ചാക്യാർകൂത്ത് തുടങ്ങുന്നതുവരെ പത്തായപ്പുരയുടെ മുകളിൽ ചതുരംഗ കളിയുടെ ബഹളമാണ്. നമ്പൂതിരിമാരുടെ തിരക്കോട് തിരക്ക്. വലിയമ്മയുടെയും ചെറിയമ്മയുടെയും കുട്ടികളുടെ അച്ഛൻ നമ്പൂതിരിമാരുണ്ടാകും കൂട്ടത്തിൽ. കളിയോഗത്തിൽ എല്ലാവിധത്തിലും യോഗ്യൻ അധികാരി നമ്പൂതിരി തന്നെ. ഗോപി ചോദിച്ചു, അധികാരി നമ്പൂരിയോട് എന്താ അമ്മ ചോദിക്കുക? 5 പറ നെല്ല് കിട്ടിയാ വേണ്ടില്ലാന്ന്. തരുവോ? 5 ചോദിച്ചാ 3 തരാണ്ടിരിക്കുകയോ? കിട്ടിയാ എങ്ങനെയാ കൊണ്ടുവരിക? അതിനൊക്കെ വഴിയില്ലാണ്ടിരിക്കുകയോ? ഇല്ലത്ത് ബാല്യക്കാരുണ്ടാവില്ലേ? ഇരുഭാഗത്തും നീണ്ടു പരന്നു കിടക്കുന്ന പാടങ്ങൾ. പാടത്തിൻ്റെ അതിരുകളിൽ വീടുകൾ, ഓടിട്ട വീടുകൾ, വൈക്കോൽമേഞ്ഞ വീടുകൾ. കുറേ ചെന്നപ്പോൾ ഒരു ഓവുപാലത്തിന്മേൽ അമ്മ ഇരുന്നു. ഗോപിക്കും ഒന്നിരിക്കണമെന്നുണ്ടായിരുന്നു. അമ്മ ഇരുന്നത് നന്നായി. ഗോപിയും ഇരുന്നു. ഇപ്പോൾ എത്ര നാഴിക പോന്നു കാണും? 4 ചെല്ലാനം നാഴിക. ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഗോപി പറഞ്ഞു. കണ്ണിരുട്ടടയ്ക്കണ്. വയറ്റിൽ ഒന്നുമില്ലാഞ്ഞിട്ടാവും. അമ്മയും മകനും മുഖത്തോട് മുഖം നോക്കി. ഗോപി വിചാരിച്ചു, ഒരു പക്ഷേ അധികാരി നമ്പൂതിരി ഇല്ലത്തില്ലെങ്കിൽ ഊണെങ്കിലും കിട്ടാതിരിക്കുമോ? എത്ര ദിവസമായി സുഖമായൊന്ന് ഊണ് കഴിച്ചിട്ട്. ഒരു കാര്യം തീർച്ച, ഊണ് കഴിക്കാതെ തിരിച്ചു നടക്കാൻ വയ്യ. അമ്മ ഇല്ലത്തെ ആത്തേമാരെല്ലാം അറിയില്ലേ? പിന്നില്ലാതെ എന്തേ ചോദിക്കാൻ? വെറുതെ ചോദിച്ചു എന്ന് മാത്രം. ഗോപിക്ക് സമാധാനമായി. ആത്തേന്മാരുമായി പരിചയമുള്ളതുകൊണ്ട് ചോറ് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പിക്കാം. ശരി, നടക്കല്ലേ? അമ്മ മൂളിക്കൊണ്ട് എഴുന്നേറ്റു. എങ്ങനെയെങ്കിലും ഇല്ലത്തെത്തണമല്ലോ. നടക്കുക തന്നെ. നടന്ന് പിന്നെയും കുറേ നടന്നപ്പോൾ അമ്മ ഒന്ന് ഇടത്തോട്ട് നോക്കി. അതാ ആ കാണുന്നതാ ഇല്ലം. ഗോപി നോക്കി. പാടത്തിൻ്റെ നടുക്കാണ് ഇല്ലം. റോഡിൽ നിന്ന് പാടത്തേക്ക് കടക്കാൻ ഒരു മുളമ്പടി. മുളമ്പടി കടന്നാൽ വീതിയുള്ള ഒരു വരമ്പ്. വരമ്പ് ഇല്ലത്തിൻ്റെ പടിപ്പുര മാളികയിൽ അവസാനിക്കുന്നു. ആശ്വാസത്തോടെ മുളമ്പടി കടന്ന് വരമ്പത്തുകൂടെ നടന്നു. പടിപ്പുരയുടെ ഒതുക്കുകൾ ചവിട്ടിക്കയറി 4 കെട്ടിൻ്റെ വിശാലമായ മുറ്റത്തെത്തി. പൂമുഖത്ത് ചില നമ്പൂതിരിമാർ മുറുക്കിക്കൊണ്ടിരിക്കുന്നു. അമ്മ നേരെ 4 കെട്ടിൻ്റെ പിൻഭാഗത്തേക്ക് നടന്നു. ഗോപിയും അമ്മയെ അനുഗമിച്ചു. വലിയ പരിചയമുള്ളതുപോലെയാണ് അമ്മയുടെ ഭാവം. 4 കെട്ടിൻ്റെ പിൻഭാഗത്തുള്ള ഉരൽപ്പുരയിലേക്ക് കയറിയപ്പോൾ അവിടെ നെല്ല് കുത്തിക്കൊണ്ടിരുന്ന 2 പെണ്ണുങ്ങൾ നെല്ലുകുത്ത് മതിയാക്കി അമ്മയെ നോക്കി. എവിടുന്നാണാവോ? ഇന്ന സ്ഥലത്തെ ഇന്ന വീട്ടിൽ നിന്നാണെന്ന് അമ്മ പറഞ്ഞു. അപരിചിത ശബ്ദം കേട്ടതുകൊണ്ടാവാം അധികാരി നമ്പൂതിരിയുടെ അന്തർജനം പെട്ടെന്ന് പുറത്തേക്ക് വന്ന് ഉപചാര സ്വരത്തിൽ ചോദിച്ചു, അല്ല കുഞ്ചുകുട്ടിയല്ലേ ഇത്? എന്താ അത് കഥ? എത്ര കാലമായി കണ്ടിട്ട്? ഇങ്ങോട്ട് കയറിയിരിക്കൂ. അമ്മ ഇരുന്നില്ല. വിനയഭാവത്തിൽ ഒതുങ്ങി നിന്നതേയുള്ളൂ. മകനല്ലേ? ഗോപിയെ നോക്കിക്കൊണ്ട് ആത്തേമാര് ചോദിച്ചു. അതെ. എത്രയിലാ പഠിക്കണേ? പഠിക്കണമൊന്നുമില്ല. എന്തേ? സാധിക്കാനിട്ടെന്നെ. ഗോപി ഒന്ന് ചൂളി. അമ്മ പറഞ്ഞത് പരമാർത്ഥമാണെങ്കിലും സാധിക്കാനിട്ടാണെന്ന് ആത്തേമാരോട് പറയേണ്ടിയിരുന്നില്ല. അവനവൻ്റെ പ്രാരാബ്ധം, നിസ്സഹായത മറ്റുള്ളവരോട് പറയുന്നത് കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നു. ഉടൻ അവൻ മറ്റൊരു വിധത്തിലും ചിന്തിച്ചു. പരമാർത്ഥം ഒളിപ്പിച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് തന്നെ പ്രാരാബ്ധം കാരണമല്ലേ? അത് മറച്ചു വയ്ക്കാനാവുമോ? ഗോപിക്ക് ഉരുൾപ്പുരയിലെ പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്ന് പോരാൻ തോന്നി. അവൻ പതുക്കെ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഞാൻ പടിപ്പുരയിലേക്ക് പോട്ടെ? പൊയ്ക്കോ, അവിടെ തന്നെ ഉണ്ടാവണേ. വിളിച്ചാൽ ക്ഷണം വരണം. ശരി. അവൻ പടിപ്പുരയിലേക്ക് വന്നു. അവിടെ ഒരാൾ കുന്തിച്ചിരുന്ന് നാക്കിലെ തുടച്ച് വൃത്തിയാക്കുകയാണ്. കുട്ടി അവിടുന്നാ വരുന്നേ? അങ്ങാടിപ്പുറത്തുനിന്ന്. അങ്ങാടിപ്പുറത്ത് എവിടെയാ? തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൻ്റെ അടുത്ത്. പൂരൊക്കെ കേമാകാറില്ലേ? ഉവ്. തിരുമാന്താംകുന്നിൽ അമ്മ രക്ഷിക്കണേ.
അയാൾ തുടച്ചു വൃത്തിയാക്കിയ ഇലകൾ പടിപ്പുരയുടെ കോണിൽ ചുവട്ടിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ഇനിയും ഒരുപാട് പണികൾ ചെയ്തു തീർക്കാനിരിക്കുന്നുണ്ട് എന്ന ഭാവത്തിൽ നാലുകെട്ടിൻ്റെ പിൻഭാഗത്തേക്ക് ധൃതിപ്പെട്ടു പോയി. ഗോപി പടിപ്പുരയുടെ തിണ്ണമേലിരുന്നു. മുന്നിൽ വിശാലമായ മുറ്റം. ഒരു 100 പരമ്പെങ്കിലും നിവർത്തിയിടാം. വിശപ്പ് സഹിക്കുന്നില്ല. ചുട്ട പപ്പടത്തിൻ്റെ ശക്തി എപ്പോഴോ തീർന്നിരിക്കുന്നു. ഇല്ലങ്ങളിൽ അപ്പവും അടയും എപ്പോഴും കാണുമെന്ന് കേട്ടിട്ടുണ്ട്. ഊണിന് മുമ്പിൽ അങ്ങനെ വല്ലതും കിട്ടിയിരുന്നെങ്കിൽ ശ്വാസം വിടാമായിരുന്നു. അപ്പവും അടയും അമ്മയ്ക്ക് കിട്ടിക്കാണുമോ? ഉണ്ടാവില്ല. കിട്ടിയാൽ തൽക്ഷണം അമ്മ തന്നെ വിളിച്ചു തരാതിരിക്കില്ല. ഈ ഇല്ലത്ത് നമ്പൂതിരിമാരും അന്തർജനങ്ങളും ഉണ്ണി നമ്പൂതിരിമാരും കുഞ്ഞാത്തോലുമരുമൊക്കെയായി എത്ര പേർ കാണും. വാല്യക്കാരും വാല്യക്കാരികളും തലങ്ങും വിലങ്ങുമായി ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലായി. നേരം ഉച്ചയായി. നമ്പൂതിരിമാർ ഊണ് കഴിഞ്ഞ് ഏമ്പക്കം ഇട്ടുകൊണ്ട് നാലുകെട്ടിൻ്റെ പൂമുഖത്ത് പ്രത്യക്ഷപ്പെടുന്നു. ഇനി അവർക്ക് ആവശ്യം വിശ്രമമാണ്. നാലുകെട്ടിൻ്റെ കോലായിൽ നിന്നുകൊണ്ട് കുറച്ചു നേരം മുൻപ് ഇല തുടച്ച് വൃത്തിയാക്കിയ ആൾ ഗോപിയെ തപ്പൊട്ടി വിളിച്ചു. വരൂ, ഉണ്ണാൻ വരൂ. ചെന്നു. ഉമ്മറത്ത് 10-15 ഇലകൾ ഇട്ടിരിക്കുന്നു. എല്ലാവരും ഇലയ്ക്ക് മുൻപിൽ വന്നിരുന്നു. നല്ല ചെറിയരി ചോറ്, പുളിങ്കറി, നേന്ത്രക്കായ തോലുകൊണ്ടുള്ള ഉപ്പേരി, നാരങ്ങാക്കറി, പപ്പടം, എല്ലാം ബഹുസ്വാദ്. ഇഷ്ടംപോലെ മതിയാവോളം ഊണ് കഴിച്ചു. എച്ചില്ല തൊടിയിലേക്ക് ഇട്ട് കൈ കഴുകി വീണ്ടും പടിപ്പുര മാളികയിലേക്ക് വന്നു. വീട്ടിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം മഴ പെയ്തിട്ടില്ല. ഇപ്പോൾ ആകാശത്തിൽ മഴക്കോളൊന്നും കാണാനില്ല. ഇനി തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ മഴ പെയ്യാതിരിക്കുകയാണ് വേണ്ടത്. കുട ഇല്ലാത്തതല്ലേ. പിന്നെ നെല്ല് കിട്ടിയാൽ അത് വീട്ടിലെത്തിക്കുകയും വേണമല്ലോ. വല്ലാത്ത ക്ഷീണം, വയറു നിറഞ്ഞ ക്ഷീണമാണിപ്പോൾ. ഉറക്കം വരുന്നു. ഉറങ്ങരുതെന്നുണ്ട് താനും. വളയിൽ കെട്ടിത്തൂക്കിയിരുന്ന വെള്ളരിക്ക കാണെ കാണെ ഇല്ലാതാവുന്നുണ്ടോ? കണ്ണുകൾ അടയുന്നുണ്ടോ? കിടക്കണം, അല്ലാതെ ഒരു നിവർത്തിയുമില്ല. കിടന്നു. കിടക്കേണ്ട താമസം ഉറങ്ങുകയും ചെയ്തു. ഉറക്കത്തിൽ കാര്യകാരണ ബന്ധമില്ലാത്ത പല സ്വപ്നങ്ങളും കണ്ടു. വെള്ളരിക്ക, ഉറി, പ്ലാവില തിന്നുന്ന ആടുകൾ, നാക്കിലെ തുടയ്ക്കുന്ന വാലിയക്കാർ, വാഴക്കുടപ്പനിൽ നിന്ന് തേൻ കുടിക്കുന്ന അണ്ണാൻ, കടിപിടി കൂടുന്ന നായ്ക്കൾ, തേക്കിലയിൽ പടച്ചോറുമായി വരുന്ന അമ്മുക്കുട്ടി വാരസ്യാർ, ഇട്ടിച്ചിരി അമ്മയുടെ മകൾ മീനാക്ഷിക്കുട്ടി, അങ്ങനെ അങ്ങനെ ഒന്നിനോടൊത്ത് ബന്ധമില്ലാത്ത സ്വപ്നങ്ങൾ. ഉറക്കമുണർന്നപ്പോൾ അമ്പരപ്പ് തോന്നി. പടിപ്പുരയിൽ ആരുമില്ല. വളയിൽ വെള്ളരിക്ക മാത്രമുണ്ട്. നേരം എത്രയായെന്നറിഞ്ഞുകൂടാ. ചുറ്റുപാടുകളിൽ ഒരു മൂടൽ. കുളത്തിൽ പോയി കാലും മുഖവും കഴുകി വന്നപ്പോൾ അമ്മയും പടിപ്പുരയിൽ എത്തിയിരിക്കുന്നു. അധികാരി നമ്പൂരിയെ കണ്ടോ? ഇല്ല, കാണാൻ പോവുകയാണ്. എവിടെ അദ്ദേഹം? ഇവിടെ തന്നെ, ഈ പടിപ്പുര മാളികയുടെ മുകളിലാ. പോവായോ? ഉവ്, കൂടെ നീയും വന്നോ? അമ്മയുടെ പിന്നാലെ നടന്നു. അമ്മ ചോദിച്ചു, ശരിക്കും ഉണ്ടില്ലേ? ഉവ്. കോണി കയറി പടിപ്പുര മാളികയുടെ മുകളിലെത്തി. അധികാരി നമ്പൂതിരി ചാരു കസേരയിൽ മലർന്നു കിടക്കുന്നു. ആര്? കുഞ്ചുകുട്ടിയല്ലേ? അമ്മ വിനയത്തോടെ ചിരിച്ചു. വന്നിട്ടുണ്ടെന്ന് ഇട്ടിത്തേയി പറഞ്ഞു. കൂടെ കാണുന്നത് മോനല്ലേ? അതെ. മറന്നുപോയി. എന്താ പേര്? ഗോപിനാഥൻ. ഗോപിന്ന് വിളിക്കും. എത്രയിലാ പഠിക്കണേ? പഠിപ്പൊക്കെ നിർത്തി. എന്തേ? സാധിക്കായോണ്ടെന്നെ. മൂത്ത മകൻ എവിടെ ഇപ്പോ? അവൻ പാട്ടിലാണെങ്കിൽ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടണോ? ആള് മോശടനാ. നാട്ടിലില്ലേ? ഒക്കെ കൃഷ്ണാർപ്പണം വെച്ച് പട്ടാളത്തിൽ പോയി. പണം ഒന്നും അയക്കാറില്ലേ? പണം അയക്കുന്നു. ആർക്ക്? എനിക്കോ? അതിനൊക്കെ ഞാൻ സുഹൃതം ചെയ്തിട്ടുണ്ടോ? അമ്മ പൊട്ടിക്കരഞ്ഞു പോയി. കുറച്ചു നേരത്തിന് ആരും ഒന്നും സംസാരിച്ചില്ല. അമ്മ മുണ്ടിൻ്റെ കോന്തല കൊണ്ട് മുഖം തുടച്ചു. ഇവിടുത്തെ ഒന്ന് കാണിച്ചിട്ട് വരിക ഇവിടുത്തോളം. അധികാരി നമ്പൂതിരി ഒന്ന് അനങ്ങിയിരുന്നു. അമ്മ ഗദ്ഗതത്തോടെ പറഞ്ഞു, നന്നെ കഷ്ടത്തിലാണ്, വല്ലത് സഹായിക്കണം. അമ്മ വീണ്ടും തേങ്ങി കരയാൻ തുടങ്ങി. അധികാരി നമ്പൂതിരി പറഞ്ഞു, ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും അസ്കിത ഉണ്ട്, നല്ലോണം അസ്കിത ഉണ്ട്. ഗോപി ഉത്കണ്ഠയോടെ അമ്മയെയും അധികാരി നമ്പൂതിരിയെയും മാറി മാറി നോക്കി. 5 മറ നെല്ല് തന്ന് സഹായിക്കണം. കരഞ്ഞുകൊണ്ട് തന്നെയാണ് അമ്മ പറഞ്ഞത്. ഇവിടുത്തെ സ്ഥിതി ദൈവത്തിനെ അറിയൂ. 5 മറ പോയിട്ട് 1 മണി നെല്ല് പോലും ഇവിടെ ഇല്ല. കന്നിയിൽ കൊയ്ത്തതല്ലാതെ നെല്ലിൻ്റെ മണി കാണാൻ നോക്കണ്ട. അങ്ങനെ പറയരുത്. 5 ഇല്ലെങ്കിൽ കുറച്ചെങ്കിലും. അമ്മ മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അധികാരി നമ്പൂതിരി പറഞ്ഞു. പരമാർത്ഥം പറഞ്ഞു. ഞാൻ നിരീച്ച ഒരു വഴിയില്ല. എന്നാ എന്താ വെച്ചാലത്? നെല്ലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി പണത്തിൻ്റെ കാര്യമാണെങ്കിൽ ഒരു 5 ഉറുപ്പികയ്ക്ക് എന്താ വഴിയെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു കാലം.
ഞാൻ വെറും കൈയോടെ പോണെന്നാണോ? ഞാൻ നിരീച്ച ഒരു നിവൃത്തിയില്ലെന്ന് എനിക്ക് പറയാള്ളൂ. എന്നാ ഞാൻ പോയിക്കോളൂ. സങ്കടം ഇല്ലാഞ്ഞിട്ടല്ല. അമ്മ മെല്ലെ കോണിപ്പടികൾ ഇറങ്ങി താഴേക്ക് വന്നു. ആത്യന്മാരോട് പോവുകയെന്ന് പറഞ്ഞു വരട്ടെ. അമ്മ നാലുകെട്ടിൻ്റെ പിൻഭാഗത്തേക്ക് നടന്നു. ക്ഷണനേരം കൊണ്ട് തിരിച്ചെത്തുകയും ചെയ്തു. നടന്നോ? ഗോപി അമ്മയുടെ പിറകെ നടന്നു. വെറും കൈയോടെ തിരിച്ചു പോകേണ്ട ഗതികേട്. എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിരുന്നു. ഒന്നും കിട്ടിയില്ല. ഊണ് കിട്ടിയത് ലാഭം. അതും കൂടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ സ്ഥിതി എന്താകുമായിരുന്നു? തിരിച്ചു പോരാനും കൂടെ സാധിക്കില്ലായിരുന്നു. നടക്കാൻ ശക്തി വേണ്ടേ? ഇപ്പോൾ അതുണ്ട്. അമ്മയുടെ മുഖത്തേക്ക് ഒന്നേ നോക്കിയുള്ളൂ ഗോപി. എല്ലാവിധ വേദനകളും നിഴലിച്ച മുഖം. ഒരക്ഷരം പോലും കുറേ നേരത്തേക്ക് പറഞ്ഞില്ല. നിശബ്ദത, വേദന. ഒടുവിൽ അമ്മ വേദനാസ്വരത്തിൽ പറഞ്ഞു, എന്നാലും അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നില്ല.